നമ്മളിപ്പം ഗോസോ ഐലൻഡ് എത്തിയിരിക്കുകയാണ്. വരുന്നുണ്ട്. ചായക്കട, മാൾട്ടയിലെ ചായക്കട നിർത്തിയിരിക്കാണ് വണ്ടി. കറക്റ്റ് നമ്മൾ വ്ലോഗ് എടുക്കാൻ തുടങ്ങിയപ്പോ നമ്മൾ ചായക്കടയിൽ വന്നിരിക്കുക. വരുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടു. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ചായക്കടയിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ ഓർത്ത് നമുക്ക് ചായക്കടയിൽ കയറാന്ന്. അതെ, 8 മാസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചായക്കട കാണുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചായക്കട ഉണ്ട്. പെട്ടെന്ന് ഞങ്ങൾ നൊസ്റ്റാൾജിയ ഞങ്ങൾ മുഖത്തോട് നിർത്തിക്കാണ്. നമ്മൾ എന്താണെന്ന് നോക്കാം. കൂളോസാണ് കിയോസ്കാണ് ഇവിടെ. ബീഫ് ബർഗർ, ചീസ് ബർഗർ, ഫുൾ ബർഗർ €4 ബീഫ് ബർഗർ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് നമ്മുടെ നാട്ടിൽ ഉള്ളിവട പരിപ്പട എന്ന് പറയുന്ന പോലെ ഇവിടെ ബീഫ് ബർഗർ, ചീസ് ബർഗർ, ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡുകൾ. പാസ്തിസി ചിക്കൻ, പാസ്തിസി ചീസ്, പാസ്തിസി പീസ്, ചിക്കൻ കബാബ്, ഞങ്ങ ഇത് ഫുഡ് ഇവിടുത്തെ മാൾട്ടയുടെ ഫുഡ് നല്ല അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു പാസ്തി 6 സാധനം. ആ സാധനം നമുക്ക് മസ്റ്റ് അടിക്കാൻ വന്ന് ഇവിടുത്തെ സ്വീറ്റ് അല്ല, നമ്മൾ സ്നാക്സ് പോലത്തെ ഒരു സാധനം കഴിക്കാണ്. നമുക്കത് കഴിച്ചു നോക്കാം. നമുക്കെല്ലാം ട്രൈ ചെയ്യാം. നമ്മുടെ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മള് വണ്ടി ഒതുക്കിപ്പിക്കുകയാണ് അവരെ കൊണ്ട്. നമ്മള് ഇവിടുത്തെ ഒരു മെയിൻ ഫുഡ് എന്താണ്? ഇത് പർച്ചേസ് ചിക്കൻ, ചിക്കനാണ്. ഉണ്ടോ? ഓക്കെ, എന്നാ ഈ ഫോണൊന്ന് ലക്ഷ്മി പിടിക്കും. എല്ലാരും കഴിച്ചോണ്ടിരിക്കണം ഗൈസ്. എനിക്കിത് കിട്ടുന്ന അറിയില്ല. എന്നോട്ടെ എനിക്ക് ഇനി അടുത്ത് എനിക്ക് പിടിച്ചു. അവനാണ് നമ്മളെ നയിക്കുന്നത്. ഫ്രണ്ടിൽ പോകുന്നു, നമ്മൾ പുറകെ പോകുന്നു. ഇവിടെ പാർക്ക് ചെയ്യല്ലേ? നമ്മളിപ്പോ ഇവിടെ പാർക്ക് ചെയ്യും. മാവനങ്ങ് പോകും. മാവന്റെ കൊണ്ടിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ചാന്ത് വിട്ട് തിരമിക്കാത്ത ദിലീപില്ലേ, പിന്നെ ബോൾ അടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു തീരുണ്ട്, അറിയോ? ബോള് തല വന്ന് കൊള്ളുന്നു. നമുക്ക് കാണാൻ പറ്റൂലായിരുന്നു. മാമൻ ഇറങ്ങി നടന്നതിന് കാണാൻ പറ്റൂലായിരുന്നു. ഞാനിപ്പോ വ്ലോഗ് തിരിക്കും കേട്ടോ. ഈ അടിച്ചതാണോ മുട്ട? ഞാൻ മുട്ട അടിച്ചു. അപ്പൊ ഗൈസ്, നമ്മള് ഗോസോ ഐലൻഡിൽ വന്നിട്ട് റംല ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഞാൻ എത്ര നേരം വ്ലോഗിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മള് ഈ സെക്ഷൻ ഫുൾ അനഘയ്ക്കാണ്. ബീച്ച് ഫുൾ കവർ ചെയ്യുന്ന അനഘയായിരിക്കും. അതെ അതെ. പക്ഷെ എനിക്ക് ത്വര വരുന്നു വീണ്ടും വീണ്ടും സംസാരിക്കാൻ. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ഇപ്പൊ ഈ ബീച്ചിന്റെ നിറം, വെള്ളത്തിന്റെ നിറം നീലയാണ്. വെള്ളത്തിന്റെ നിറം ചുമലയാവും. ഈ ബീച്ചിന്റെ വ്യൂ ഇതാണ് റംല ബീച്ച്. അങ്ങനെ ആൾക്കാരൊന്നുമില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല വൈബുണ്ട് ഗൈസ്. വെള്ളത്തിൽ കുളിക്കാൻ തണുപ്പാണ്, ഞാൻ ഇറങ്ങുന്നില്ല എന്നൊക്കെ വന്ന് പറഞ്ഞ മാമനാണ്. ഇപ്പൊ അവിടെ കിടന്ന് നീന്തുവാണ് മാമൻ. കുളിച്ചിറങ്ങി വരുവാണ്. വിശ്വന്താ ഓടുന്നു. ചീച്ചു പോയി. മാമൻ തണുത്ത് വിറച്ച് നിൽക്കുവാണ് ഗൈസ്.
നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാൻ പോകണം. ഫസ്റ്റ് നമ്മൾ ഇവിടെ പോർക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? കരിഞ്ഞുപോയി. നമുക്ക് ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ബീഫും അത് പോർക്ക് കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക്. ഞാൻ ഓൾറെഡി വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒക്ടോബസ് ഒക്കെ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതിനാലാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാത്തത്. നാട്ടിലൊരു ഇടിയിറച്ചിയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പക്ക ഇല്ല, എന്നാലും ചെറുതായിട്ട്. പക്ഷേ ഈ സോസ് എൻ്റെ മണ്ടയിൽ ഒഴിച്ചേക്കുന്ന പെപ്പർ സോസ് കൊള്ളാം. ഒക്ടോബസ് ഇതന്നെ വരാത്തെ. അപ്പം ഞാൻ ട്രൈ ചെയ്ത ഒക്ടോബസ് ആണ്. കൊള്ളാം. ഒക്ടോബസ് ഗുഡ്. അത് റബ്ബർ മിഠായി ചവയ്ക്കുന്നവരുണ്ട്. സോസ് തേച്ച റബ്ബർ മിഠായി. പോർക്കിന്റെ ഉള്ളു വെന്തിട്ടില്ല, പക്ഷെ പുറം കരിഞ്ഞു പോയി. ഉള്ളു വേവാത്തല്ല, ഒരു വഴവഴപ്പ്. അത് കാറ്റാ പോർക്കിന്റെ. ഞാൻ പോർക്ക് കൂട്ടൂല. നമ്മുടെ ബീഫ് ഇതാണ്. പശുവിന്റെ നാക്കുപോലുണ്ട്. അനക്കും നമ്മൾ അവർക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഷർമുവിന്റെ കോസ്റ്റ്യൂം കണ്ടോ? നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. ഷർമു ഇങ്ങനെ കാറിൻ്റെ അകത്തിരിക്കുന്നതാണ്. ഇനി പുരുഷന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് പുരുഷന്റെ ബോഡിയാണ്. അടിയിലൊരു ബെന്നിയും പോലും ഇടാനാണ് പുരുഷൻ വന്നിരിക്കുന്നത്. ഫാഷനാ പുരുഷൻ. ഇവിടെ നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. പക്ഷെ പാട്ട് നല്ല രസമുണ്ട് കാണാൻ. ആ ക്ലൗഡ്സ് കാണാൻ നല്ല രസമുണ്ട്. എന്റെ കണക്ട് ആക്കി. എനിക്ക് ചാർജ് ഇല്ലടാ. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കാണാം. ഞങ്ങളെ കണ്ട ഒരു അമേരിക്കൻ അമ്മായിമാരെ പോലെ ഉണ്ടായിരിക്കും. പക്ഷേ പഴയ ഞങ്ങളായിരിക്കുകയാണ്. കാറിൽ ഇറങ്ങി പോകാൻ നമുക്ക് പറ്റൂല. ഒരാള് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞു, ഒരാള് തെറ്റിപ്പോയി. അതിന്റെ അടിയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ ഇപ്പൊ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിനി അടുത്തത് മാൾട്ടയുടെ മെയിൻ ഒരു അട്രാക്ഷൻ, ഒരു ക്ലിഫ്. ക്ലിഫിന്റെ പേര് വീഡിയോ ഗാസ്ട്രി. അപ്പം അവിടെ വന്നിട്ടുണ്ട് നമ്മളിനി സർവ് പറഞ്ഞ ക്ലിഫ്. ഇവര് മറ്റേ ടീംസാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടീംസാണ് ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മള് മുകളിൽ നിന്ന് ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോവുകയാണ്. ഇതാ ഇവിടെ കടലിന്റെ ഒരു ഇത് നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോ നമ്മളിന്ന് ട്രക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങണം. ഇവിടെ ദാ വെള്ളമൊക്കെ അടിക്കുന്നുണ്ട്. നമ്മളപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൗ ഗൈസ്, ദിസ് ഈസ് സൂപ്പർ. ഇതാണ് ഫുൾ വ്യൂ. നമ്മുടെ ഈ ബീച്ചിന്റെ പേരെന്നാ? കൊമിനി ബീച്ച്. മാൾട്ടയിലെ കൊമിനി ബീച്ചിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നല്ല നീല കേട്ടോ. ശരിക്കും ആ മാൽഡീവ്സ് ഒക്കെ കാണുമ്പോൾ ആ ഒരു നീല കളറാണിത്. നമ്മള് ഇപ്പൊ പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടി പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിറച്ച ആൾക്കാരാണ്.
നമ്മുടെ പള്ളി പെരുന്നാളിന്റെ അത്ര ഒന്നും ഇല്ല, പക്ഷെ എന്നാലും സ്റ്റിൽ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ പള്ളിക്ക് അകത്ത് കയറാൻ ഓർത്തു, കാരണം മാൾട്ട വന്നിട്ട് നമുക്ക് പള്ളിയിൽ കയറണ്ടേ. നമുക്ക് പള്ളിയുടെ നേരത്തെ ഒരു വെടിക്കെട്ടൊക്കെ കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പള്ളിയിൽ കയറാൻ ഓർത്താണ്. അവിടെ കുറെ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഗൈഡ് വേണം. ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഇവിടെ നിർത്തിയത്. അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ടൊന്ന് പോവാന്ന് വെച്ചു. ഞങ്ങൾ പള്ളിയൊക്കെ കാണിച്ചു തരാം. അതൊക്കെ വീഡിയോ അലൗഡ് ആണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. നല്ല അടിപൊളി പള്ളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടുത്തെ പള്ളി എല്ലാം രസമാണ്, ശരിയാണ്. ഇതാട്ടോ പള്ളി ഇവിടുത്തെ. ഇനി അകത്തോട്ട് ക്യാമറ കയറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. നമ്മളിപ്പോ പള്ളി കയറിയിരുന്നപ്പോഴത്തേനും പള്ളി അടച്ചു. പള്ളി അടച്ചായിരുന്നു. ഇപ്പൊ വീണ്ടും പള്ളി തുറന്നിട്ടുണ്ട്. എല്ലാരും പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ പള്ളിയുടെ പുറത്തിറങ്ങി പള്ളിയുടെ കല്ലറ കാണാൻ വന്നിരിക്കുവാണ്. പള്ളിയുടെ കല്ലറയാണിത്. നമ്മൾ അയ്യോ എന്തിനോടിക്കുന്ന ആകാശം സോറി